നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വാർത്തകൾ വരുന്ന ഞാനൊരു കാര്യം പറയാം. അതായത് അടുത്ത യോഗം വരട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതുവരെ ഇല്ല. ഇത് ഇപ്പൊ റിമാൻഡിലായതിനു ശേഷം ഇതുവരെ ചെയ്തിട്ടില്ല. രജിസ്റ്റർ നോക്കണം. ഇതിപ്പം 101 കൗൺസിലർമാർ എന്ന് അവധി പറഞ്ഞു, എന്ന് പങ്കെടുത്തു, എനിക്ക് എല്ലാ ദിവസവും തുടങ്ങിയിട്ട് 5 മാസമല്ലേ ഓർമ്മിക്കാൻ പറ്റൂ. ഞാൻ പറയട്ടെ, സത്യത്തിൽ ഞാൻ ആ രജിസ്റ്റർ എല്ലാ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉദ്യോഗസ്ഥരാണ് നിരീക്ഷിക്കുന്നത്, നോക്കേണ്ടത്. ഇപ്പം ആരെങ്കിലും അവധി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ എന്ന് വരുന്നവരല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 മാസമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന് അസൗകര്യം അറിയിച്ചിട്ടുള്ളവർ ഇന്നാരൊക്കെ എന്നാണല്ലോ ആദ്യം വായിക്കുന്നത്. ആ ദിവസം ഒന്ന് വായിക്കും. ബാക്കി മിനിറ്റ്സ് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥരാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും, ലീവ് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അറ്റൻഡൻസ് കൗൺസിലർമാർ മാർക്ക് ചെയ്യും, ലീവ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്യും. ഓരോ ദിവസം ആര് വന്ന് ലീവ് പറഞ്ഞു എന്നൊക്കെ ഞാൻ അത് ആക്ഷേപം ഒന്ന് വായിച്ചില്ലെങ്കിൽ അയാൾ ലീവ് പറഞ്ഞു കാണില്ല. അത് ആക്ഷേപം എങ്ങനെ ആവുന്നത്? അദ്ദേഹം ലീവ് പറഞ്ഞ, ഞാൻ പറയാം മോനെ, ലീവ് എങ്ങനെയാണ്? ലീവ് ഒന്നുകിൽ രേഖാമൂലം, ഇവിടുത്തെ കീഴ്വഴക്കം രേഖാമൂലം ലെറ്റർ തരും, മെയിൽ ചെയ്യാം, മേയറെ നേരിട്ട് വിളിച്ച് പറയാം. ഇതാണ് ഇവിടെ നടക്കുന്ന കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് ഇവർ മൂന്നിൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ലീവാണെന്ന് ഞങ്ങൾ കൗൺസിലിൽ പറയും. അങ്ങനെ പറഞ്ഞു കാണില്ല. അല്ല, അതപ്പോൾ വരട്ടെ, നോക്കാന്നേ. വളരെ വമ്പൻ പ്രശ്നവും അത് ജനാധിപത്യത്തിൽ. അത് എല്ലാ ജനാധിപത്യത്തിൽ ഒരുപാട് സമരം നടത്തിയ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ജനാധിപത്യത്തിൽ നടത്തുന്ന എല്ലാ ഇടപെടലിനെയും സ്വാഗതം ചെയ്യുന്നതാണ്. അത് ഇനി നടക്കാൻ പോകുന്നതും കഴിഞ്ഞ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാം ശക്തമായിട്ടുള്ള ഇടപെടൽ ജനാധിപത്യം, എങ്കിൽ മാത്രമേ ജനാധിപത്യം ചടുലമായിരിക്കും. ഞാൻ ആ വാർത്തകളൊന്നും കണ്ടില്ല. വാർത്തകൾ ഇങ്ങനെ പലതും പറഞ്ഞു. ഞാനിപ്പോൾ രാവിലെ വന്നിട്ട് സുരക്ഷാ പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത പലതും വരുന്നു.